കേരളത്തിൽ ഇന്ന് തുലാവർഷം എത്താൻ സാധ്യതയുണ്ട് എന്നാണ് കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രത്തിന്റെ അറിയിപ്പ് ഇപ്പോൾ വരുന്നത്. കാലവർഷം രാജ്യത്ത് നിന്ന് പൂർണ്ണമായും പിന്മാറും. സംസ്ഥാനത്ത് ഇന്നും ശക്തമായ മഴ തുടരുന്നതായിരിക്കും. ഉച്ചയ്ക്ക് ശേഷം ഇടിമിന്നലോട് കൂടിയ മഴയ്ക്കാണ് സാധ്യത. അതിശക്തമായ മഴയ്ക്ക് സാധ്യതയുള്ളതിനാൽ കോട്ടയത്തും ഇടുക്കിയിലും ഓറഞ്ച് അലർട്ടാണ്. പ്രേക്ഷകർ ശ്രദ്ധിക്കുക, കോട്ടയത്തും ഇടുക്കിയിലുമാണ് ഓറഞ്ച് അലർട്ട് നൽകിയിരിക്കുന്നത്. 7 ജില്ലകളിലാണ് യെല്ലോ അലേർട്ട് ഉള്ളത്. അപ്പോൾ മഴയുണ്ടോ ഇല്ലയോ എന്നുള്ള വിവരങ്ങളിലേക്കും എങ്ങനെയാണ് അറിയിപ്പുകൾ നൽകിയിരിക്കുന്നത് എന്ന് നമുക്ക് നോക്കാം. രാഹുൽ ജി നാഥാണ് വിവരങ്ങളുമായി ചേരുന്നത്. രാഹുലെ, ഗുഡ് മോർണിംഗ്. മഴ ഇന്നലെയും ഉണ്ടായിരുന്നു, പക്ഷേ പ്രധാനപ്പെട്ട അറിയിപ്പ് തുലാവർഷം ഇന്ന് എത്തും എന്നുള്ളതാണ്. അതിനുള്ള സാധ്യതയുണ്ട് എന്നാണ് കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം അറിയിക്കുന്നത്. എന്തെല്ലാം കാര്യങ്ങൾ ശ്രദ്ധിക്കണം, എന്തറിയിപ്പാണ് നമുക്ക് മുന്നിൽ ഇപ്പോഴുള്ളത്? പൂജ, ഇന്നലെ മുതൽ തുലാവർഷം വരുന്നു, അതിനെ കാത്തിരുന്നുകൊണ്ട് നമ്മൾ അതിനുള്ള മഴയാണ് കാണുന്നത് എന്ന തരത്തിലാണ് പറഞ്ഞത്. എന്തായാലും തുലാവർഷം എത്തുന്നു എന്ന് തന്നെയാണ് കാലാവസ്ഥാ നിരീക്ഷണ വകുപ്പ് പറയുന്നത്. അപ്പോൾ എന്തായാലും മഴയുടെ സാധ്യത കഴിഞ്ഞ ദിവസങ്ങളേക്കാൾ കൂടുതലാണ്. കഴിഞ്ഞ ദിവസങ്ങളിൽ ഉച്ചയ്ക്ക് ശേഷം വലിയ തോതിൽ മഴയുണ്ടായിരുന്നു, ഇടിമിന്നലോടുകൂടി മഴയുണ്ടായിരുന്നു. എന്നാൽ അത് കുറച്ചുകൂടി ഇടിമിന്നലിൻ്റെ സാന്നിധ്യം കുറച്ചുകൂടി അധികമാകും എന്നുള്ള അറിയിപ്പുണ്ട്. അതുകൊണ്ട് തന്നെ ഇടിമിന്നൽ ജാഗ്രത പാലിക്കണം എന്ന് പറയുന്നുണ്ട്. ഒപ്പം മത്സ്യബന്ധനത്തിന് ഇന്നലെയാണ് അറിയിപ്പുണ്ടായത്, ഇന്ന് മുതൽ 20-ാം തീയതി വരെ വിലക്ക് ഏർപ്പെടുത്തിയിട്ടുണ്ട്. അപ്പോൾ അതുമായി ബന്ധപ്പെട്ടുള്ള ജാഗ്രതാ നിർദ്ദേശവും പാലിക്കണം. എന്തായാലും മഴ പെയ്യാൻ പാകത്തിനാണ് തിരുവനന്തപുരം ജില്ലയിൽ ഇങ്ങനെ നിൽക്കുന്നത്. മൂടിക്കെട്ടിയ അന്തരീക്ഷമാണ്, മഴ ഏത് നിമിഷവും പെയ്യാം എന്നുള്ള തരത്തിലാണ് തിരുവനന്തപുരം നഗരത്തിൻ്റെ പ്രദേശങ്ങളുള്ളത്. ഒപ്പം സൂചിപ്പിച്ചതുപോലെ യെല്ലോ അലർട്ടാണ് ഈ പ്രദേശങ്ങളിൽ. പ്രത്യേകിച്ച് ഇന്നലെ സൂചിപ്പിച്ചതുപോലെ തെക്കൻ ജില്ലകളിൽ യെല്ലോ അലർട്ടുണ്ട്. മധ്യ കേരളത്തിലാണ് കുറച്ചുകൂടി അധികം ശക്തമായ മഴ പെയ്യാൻ സാധ്യതയുള്ളത്. അവിടെ ഓറഞ്ച് അലർട്ടാണ് പൂജ സൂചിപ്പിച്ചതുപോലെ. എന്തായാലും ഇടിമിന്നൽ മഴയ്ക്കൊപ്പം ഉണ്ടാകും എന്നുള്ളതാണ് ഏറ്റവും പ്രധാനമായി സൂചിപ്പിക്കാനുള്ളത്. നമ്മൾ ഈ മഴയുടെ കൂടെ തിരുവനന്തപുരം ജില്ലയെ സംബന്ധിച്ച് എപ്പോഴും കാറ്റാണ് വരിക, വില്ലനായി കാറ്റ് വരുന്നു. എന്നാൽ കാറ്റ് വലിയ ശക്തമായി വീശില്ല എന്നുകൂടി കാലാവസ്ഥാ നിരീക്ഷണ വകുപ്പ് പറയുന്നുണ്ട്. ഇടിമിന്നൽ ജാഗ്രതയാണ് പാലിക്കേണ്ടതെന്ന് പറയുന്നത്. എന്തായാലും മഴയുണ്ടാകും, കാരണം തുലാവർഷം എത്തുകയാണ്. അതുകൊണ്ട് ഈ പുറത്തേക്ക് ഇറങ്ങുന്നവർ, ജോലിക്കാകട്ടെ പഠിക്കാനാകട്ടെ പുറത്തേക്ക് ഇറങ്ങുന്നവർ അതുമായി ബന്ധപ്പെട്ട തയ്യാറെടുപ്പോടെ വേണം ഇറങ്ങാൻ എന്നുകൂടി കാലാവസ്ഥാ നിരീക്ഷണ വകുപ്പ് പറയുന്നുണ്ട്.